ശ്രദ്ധിക്കുക, നമ്മൾ 11ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേര് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ബാലവേലയെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. നമുക്ക് പാഠം ശ്രദ്ധിക്കാം. ഗേൾസ് ഇൻ പർട്ടിക്കുലർ ഹാവ് നോ ടൈം ഫോർ ചൈൽഡ്ഹുഡ്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ബാല്യകാലം എന്ന് പറയുന്ന സമയത്ത് വളരെ സമയം കുറവാണ്. അവരുടെ ഒരു ബാല്യകാല സമയം വളരെ കുറവാണ് പെൺകുട്ടികൾക്ക്. മച്ച് ഓഫ് ദി വർക്ക് ദാറ്റ് ഗേൾസ് ആൻഡ് യങ്ങർ ചിൽഡ്രൻ ഡു ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ഫാമിലി ഗ്രൂപ്പ് ഓർ ഡൊമസ്റ്റിക് സിറ്റിങ്സ്. നിരവധിയായിട്ടുള്ള ജോലികൾ, ഒരുപാട് ജോലികൾ പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ഇളയ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെയധികം ജോലി വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ജോലികൾ, വീട്ടുജോലികളെന്ന് പേര് വിളിക്കുന്ന ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം പെൺകുട്ടികളുടെ തലയിൽ വന്നു പതിക്കുന്നു. ദിസ് ഈസ് റെയർലി പെർസീവ്ഡ് ആസ് ലേബർ. എന്നാൽ വളരെ വിരളമായി മാത്രമേ ഇതൊരു ജോലിയായിട്ട് കണക്കാക്കപ്പെടും. ശരിക്കും അതൊരു ഉത്തരവാദിത്വം നിറഞ്ഞ ജോലിയാണ്. സ്ഥിരം ചെയ്യുന്ന ജോലികളാണ് വീട്ടുജോലികളെന്ന് പറയുന്നത്. എന്നാൽ അതൊരു തൊഴിലായിട്ട് വളരെ വിരളമായി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ദ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെർവിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബാലവേല അല്ലെങ്കിൽ അടിമത്തം. ഇംപ്ലിസിറ്റ്ലി, തർക്കമില്ലാതെ, എക്സ്ക്ലൂഡ്സ് ദ ഡൊമസ്റ്റിക് ലേബർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ചെയ്യുന്ന വീട്ടുവേലയെ ബാലവേലയായി കാണാതെ അതിനെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, എക്സ്ക്ലൂഡ്സ് ചെയ്യുകയാണ്. അത് ബാലവേലയുടെ പരിധിയിൽ വരാതെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഓൾദോ ദിസ് മേ ബി ഫുൾ ടൈം വർക്ക്. അത് ചിലപ്പം മുഴുവൻ സമയ ജോലിയായിരിക്കും. ഒരു പെൺകുട്ടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ജോലി ചെയ്യേണ്ടതുണ്ടാവാം. എന്നിരുന്നാലും അതിനെ ബാലവേലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ഡിറ്റർമെൻ്റൽ ടു ഡെവലപ്പ്. അത് ചിലപ്പോൾ ഫുൾ ടൈം ജോലിയാവാം. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ ഹാനികരമാകുന്നതാവാം. ഡിറ്റർമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഹാനികരമായ എന്നാണ്. നെസസറി ഫോർ സർവൈവൽ ആൻഡ് ഈക്വലി ഇൻഎസ്കേപ്പബിൾ. പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഭാഗമാണ്. ജോലി ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും, അല്ലെങ്കിൽ ശിക്ഷ കിട്ടാം, ശകാരിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട അത്യാവശ്യവുമാണ്. ആൻഡ് അതേപോലെ തന്നെ ഈക്വലി ഇൻഎസ്കേപ്പബിൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. പെർഹാപ്സ്, ഒരു പക്ഷേ, ദിസ് ബ്ലൈൻഡ്നെസ് മീൻസ് ഇവിടെ അജ്ഞത എന്നാണ്. ദിസ് ബ്ലൈൻഡ്നെസ് ടു ഗേൾസ് വർക്ക് ഈസ് ബിക്കോസ് നോൺ റിന്യൂമിനറേറ്റീവ് എന്ന് പറഞ്ഞാൽ ലാഭകരം എന്നാണ്. അപ്പോൾ നോൺ റിന്യൂമിനറേറ്റീവാണ് എന്ന് പറഞ്ഞാൽ ലാഭകരമല്ലാത്തതാണ് പെൺകുട്ടികളുടെ ഈ ജോലിയായി കാണാനുള്ള അജ്ഞത. കാരണം പെൺകുട്ടികൾ ചെയ്യുന്ന ഈ വീട്ടുജോലിയെ ഒരു ജോലിയായി കാണാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ലാഭകരമല്ല. അത് ഏതെങ്കിലും രൂപത്തിലുള്ള ലാഭം അല്ലെങ്കിൽ പണം തിരികെ കൊണ്ടുവരുന്നില്ല. ആൻഡ് നർട്ടറിങ്
ടാസ്ക് ഡു നോട്ട് ഹാവ് എ വിസിബിൾ മാർക്കറ്റ് വാല്യൂ. അവർ നിത്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഭ്യസിക്കുന്ന പരിശീലിക്കുന്ന ഈ തൊഴിൽ എന്താണ്? നർട്ടറിങ് എന്ന് പറഞ്ഞാൽ അഭ്യസിക്കുക എന്നാണ്. അവർ നിത്യമായി അഭ്യസിക്കുന്ന ഈ തൊഴിൽ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് വാല്യൂവും തിരിച്ചു കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് വാല്യൂവും ഇല്ലാത്തതാണ്. നമുക്കത് എന്താണ്? മൂല്യവത്തായത് അല്ല. കാരണം എന്താണ്? അതിന് പണം തിരികെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൂലി കിട്ടുന്നില്ല. സോ വൈൽ ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ബോയ് വർക്കിംഗ് ഓൺ ജെം സ്റ്റോൺസ് in a small manufacturing unit in Jaipur is easily recognized. എന്നാൽ അതിന് പകരം ആൺകുട്ടികൾ ചെയ്യുന്ന ജോലികൾ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ബോയ്, ഒരു ആൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി ജോലി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ്. അതും ബാലവേലയുടെ പരിധിയിലാണ് വരുന്നത്. എന്നിരുന്നാലും എവിടെ വർക്ക് ചെയ്യുമ്പോൾ? ഓൺ ജെം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ വജ്രക്കല്ലുകൾ ഒക്കെ ഉണ്ടാക്കുന്ന സ്മോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇൻ ജയ്പൂർ. ഇപ്പോൾ ജയ്പൂർ പോലെയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള വജ്രക്കല്ലുകളൊക്കെ ഉണ്ടാക്കുന്ന കല്ലുകൾ കൊണ്ട് വിവിധ തരത്തിലുള്ള തിളങ്ങുന്ന കല്ലുകൾ കൊണ്ട് വിവിധ തരത്തിലുള്ള ആടയാഭരണങ്ങളും വസ്തുക്കളും ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികളുള്ള ജയ്പൂരിലെ ഒരു ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റിൽ, ഉൽപ്പാദന യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ആൺകുട്ടി ജോലി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അവനെ ഒരു ജോലിക്കാരനായി അംഗീകരിക്കുകയും അവന് ഏറെക്കുറെ അവൻ്റെ ജോലിക്ക് ഒരു ശമ്പളം ലഭിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കൂലി ലഭിക്കുകയും ചെയ്യുന്നു. The equally hazardous work of a girl cutting grass on precipitous mountain slope in Garhwal is ignored. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ ഈ ആൺകുട്ടിക്ക് തുല്യമായി തന്നെ ഈക്വലി ഹസാർഡസ് മീൻസ് സാഹസികമായ അപ്പോൾ വളരെ സാഹസികമായി ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു? വർക്ക് ഓഫ് എ ഗേൾ കട്ടിങ് ഗ്രാസ് ഓൺ ഒരു പെൺകുട്ടി പുല്ലരിയുകയാണ്. എവിടെ നിന്നാണ്? പ്രിസിപ്പിറ്റസ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ കിഴക്കാൻ തൂക്കായ മലകൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന, വളരെ ചെരിഞ്ഞ, ചെരിവുള്ള മലമ്പ്രദേശത്ത്, മൗണ്ടൻ സ്ലോപ്പ്, മലഞ്ചെരിവിൽ. ഇൻ ഗാർവാൾ ഈസ് ഇഗ്നോർഡ്. അപ്പോൾ ഗാർവാൾ എന്ന് പറയുന്ന സ്ഥലം എന്താണ്? ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഗാർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കർഷകരും അതുപോലെ തന്നെ കന്നുകാലികളുമുള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടി വളരെ സാഹസികമായി അപകടം നിറഞ്ഞ ഒരു മലമ്പ്രദേശത്ത് കുന്നിൻ ചെരുവിൽ പാറക്കെട്ടുകൾക്കിടയിൽ പുല്ലരിയുമ്പോൾ അതിനെ ഒരു തൊഴിലായി, ജോലിയായി പരിഗണിക്കാൻ ആരും തയ്യാറാവുന്നില്ല. സച്ച് എ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ലേബർ ഈസ് ക്ലിയർലി ഇന്നാഡിക്വേറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ റിയൽ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് വർക്ക്. ഇപ്പം നിലവിലുള്ള ബാലവേലയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ലേബർ ഈസ് ക്ലിയർലി ഇന്നാഡിക്വേറ്റ്, അപര്യാപ്തമാണ്. അപ്പം ബാലവേലയെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുകൾ അപര്യാപ്തമാണ്. എന്തിനു അപര്യാപ്തമാണ്? ഫോർ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ വേണ്ടി, ദ റിയൽ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് എ ചിൽഡ്രൻസ് വർക്ക്, കുട്ടികളുടെ ജോലിയുടെ വ്യാപ്തിയും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവവും മനസ്സിലാക്കാൻ ബാലവേലയെക്കുറിച്ച് കൊടുത്തിട്ടുള്ള നിർവചനങ്ങളൊക്കെ അപര്യാപ്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ഓവർവെൽമിങ്, വളരെ വിപുലമായ മജോറിറ്റി ഓഫ് ചൈൽഡ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ആർ കൾട്ടിവേറ്റേഴ്സ്.
ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ്. ഇനി ബാലവേലക്കാരുടെ എണ്ണമെടുത്താൽ ഭൂരിഭാഗം പേരും എന്താണ്? കൾട്ടിവേറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ കൃഷിക്കാരുടെയും മക്കളാണ്. കൾട്ടിവേറ്റേഴ്സ് എന്താണ്? കൃഷിക്കാർ. അഗ്രികൾച്ചർ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ കാർഷിക തൊഴിലാളികൾ. അപ്പോൾ കൃഷിക്കാരുടെയും കാർഷിക തൊഴിലാളികളുടെയും മേഖലയിലാണ് ഭൂരിഭാഗം ഇന്ത്യയിലെ ചൈൽഡ് വർക്കേഴ്സും ജോലി ചെയ്യുന്നത്, ബാലവേലക്കാരും ജോലി ചെയ്യുന്നത്. പുവർ ചിൽഡ്രൻ ഓൾസോ അണ്ടർടേക്ക് എ വെറൈറ്റി ഓഫ് ഡൊമസ്റ്റിക് കോഴ്സ് ആൻഡ് subsistence activities like minding siblings, grazing cattle, collecting fuel and fodder as part of their daily lives, whether or not they are at school. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാൻ. Poor children also undertake a variety of domestic chores. Chores means വീട്ടുപണി എന്നാണ്. അപ്പോൾ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? നിരവധി തരത്തിലുള്ള വീട്ടുപണികൾ ചെയ്യുന്നു. വെറൈറ്റി ഓഫ് ഡൊമസ്റ്റിക് കോഴ്സസ് എന്ത് ചെയ്യുന്നു? നിരവധിയായിട്ടുള്ള വ്യത്യസ്തമായ വീട്ടുജോലികൾ ചെയ്യുന്നു. ആൻഡ് സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റീസ്, ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലികളാണ് ചെയ്യുന്നത്. ലൈക്ക് മെയിൻറ്റെയിൻ സിബ്ലിങ്സ്, സഹോദരങ്ങൾ. അപ്പോൾ മൂത്ത കുട്ടിയാണെങ്കിൽ ഇളയ സഹോദരങ്ങളെ നോക്കണം, ചെറിയ കുട്ടികളെ പരിപാലിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ. കൂടാതെ ഗ്രാസിങ് കാറ്റിൽ, പശുക്കൾക്ക് പുല്ലരിയണം. കളക്റ്റിംഗ് ഫ്യുവൽ വുഡ് ആൻഡ് ഫോഡർ, എന്ത് ചെയ്യണം? വിറക് ശേഖരിക്കണം, ഫ്യുവൽ വുഡ് ശേഖരിക്കണം. ആൻഡ് ഫോഡർ മീൻസ് കന്നുകാലി തീറ്റ, മറ്റ് കന്നുകാലികൾക്ക് കൊടുക്കാനുള്ള മറ്റ് തീറ്റകൾ സംഘടിപ്പിക്കണം. ആസ് പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്, ഇതെല്ലാം അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ആരുടെ നിത്യജീവിതത്തിൻ്റെ? വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ ജോലിയാണിത്. വെദർ ഓർ നോട്ട് ദേ ആർ അറ്റ് സ്കൂൾ, അവർ സ്കൂളിൽ പോയാലും അവരുടെ ജോലികൾ അവർ ചെയ്യണം, പോയില്ലെങ്കിലും അവരുടെ ജോലികൾ അവർ ചെയ്യണം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹൗവർ ദി ഡോക്യുമെൻറ്റേഷൻ ഓൺ ചൈൽഡ് ലേബർ ഇൻ ഇന്ത്യ ഹാസ് എ സ്ട്രോങ് ഫോക്കസ് ഓൺ ദി ഡീഹ്യൂമനൈസിങ് കണ്ടീഷൻസ് ഓഫ് ദി ചിൽഡ്രൻ ലേബറിംഗ് ഇൻ hazardous industries such as match and fireworks factories of Shivagashi, Tamil Nadu, or the glass workers of Firozabad, UP. The self-employed and the street children of Delhi, Bombay, Bangalore and other big cities have also been the object of many studies. എന്താ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒറ്റ സെൻറ്റൻസ് ആണത്. എന്തൊക്കെയായാലും the documentation of child labor in India has a strong focus on the dehumanizing conditions of children laboring. അപ്പോൾ എന്താണ്? രേഖകൾ, എന്തിനെക്കുറിച്ചുള്ള രേഖകൾ? ചൈൽഡ് ലേബർ, ബാലവേലയെക്കുറിച്ചുള്ള രേഖകൾ. ഇന്ത്യയിലെ ബാലവേലയെക്കുറിച്ചുള്ള രേഖകൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സ്ട്രോങ് ഫോക്കസ് ഓൺ, ശക്തമായി വിരൽ ചൂണ്ടുന്നു. എന്തിനെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നു? ഡീഹ്യൂമനൈസിങ് കണ്ടീഷൻസ് ഓഫ് ചിൽഡ്രൻ ലേബറിങ്, മനുഷ്യത്വരഹിതമായ ചൈൽഡ് ലേബറുകൾ അല്ലെങ്കിൽ ബാലവേലക്കാരുടെ ജോലിയെക്കുറിച്ച്, മനുഷ്യത്വരഹിതമായ അവർ ചെയ്യുന്ന ബാലവേലകളെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ബാലവേലകൾ? മനുഷ്യത്വരഹിതമായ ബാലവേലകൾ, അപകടകരമായ ബാലവേലകളാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഹസാർഡസ് ഇൻഡസ്ട്രീസ്
സാഹസികമായ വ്യവസായങ്ങളിൽ, ഉദാഹരണത്തിന് സച്ച് ആസ് മാച്ച് ആൻഡ് ഫയർ വർക്ക്സ് ഫാക്ടറീസ് ഓഫ് ശിവകാശി. തമിഴ്നാട്ടിലെ ശിവകാശിയിലുള്ള നിരവധിയായിട്ടുള്ള പടക്ക കമ്പനികൾ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, ഈ കമ്പനികളിൽ സാഹസികമായി കുട്ടികൾ ജോലി ചെയ്യുന്നു. കുട്ടികളവിടെ ജോലി ചെയ്യിക്കുന്നത് എന്താണ്? ഡീഹ്യൂമനൈസിങ് ആണ്, മനുഷ്യത്വരഹിതമാണ്. ഓർ ദി ക്ലാസ് വർക്ക്സ് ഓഫ് ഫിറോസാബാദ്, UP, ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലുള്ള നിരവധിയായ ക്ലാസ് ഫാക്ടറികൾ, അവിടെ കുട്ടികൾ ജോലി ചെയ്യുന്നു. കൂടാതെ ദ സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായി നടന്ന് കച്ചവടം ചെയ്യുകയും അതുപോലെ തന്നെ ബീഡി, സിഗരറ്റ്, മുറുക്കാൻ പോലെയുള്ള സംഭവങ്ങൾ താലത്തിൽ വെച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, സ്വയം തൊഴിൽ ചെയ്യുന്ന നിരവധിയായ കുട്ടികൾ. പിന്നെ സ്ട്രീറ്റ് ചിൽഡ്രൻ ഓഫ് ഡൽഹി, അപ്പോൾ ഡൽഹിയിലെ തെരുവ് കുട്ടികളും സ്വയം തൊഴിൽ ചെയ്യുന്ന കുട്ടികളും, ഡൽഹിയിലെ മാത്രമല്ല ബോംബെ, ബാംഗ്ലൂർ ആൻഡ് അതർ ബിഗ് സിറ്റീസ് ഹാവ് ഓൾസോ ബീൻ ദ ഒബ്ജക്റ്റ് ഓഫ് മെനി സ്റ്റഡീസ്. ഇവരെല്ലാം നിരവധിയായ പഠനങ്ങൾക്ക് വിധേയരായിട്ടുള്ള വസ്തുതകളാണ്. ഈ കുട്ടികളെല്ലാം നിരവധിയായ പഠനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. എന്തിനാണ് പഠനം നടത്തുന്നത്? ഇന്ത്യയിലെ ബാലവേലയുടെ തീവ്രതയെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഈ കുട്ടികളെല്ലാം പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നിരുന്നാലും ദീസ് ചിൽഡ്രൻ റെപ്രസെൻറ്റ് only the most striking and visible aspect of the denial of a child's right to a healthy childhood. പഠനങ്ങളൊക്കെ നടന്നുവെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികൾ, ഈ കുട്ടികൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ചിൽഡ്രൻ റെപ്രസെൻറ്റ് only the most striking and visible aspect of a denial of a child right to health childhood. ആരോഗ്യപരമായ ഒരു കൗമാര ബാല്യകാലങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗമായി വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് നമുക്കിത് തരുന്നത്. പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് ബാല്യകൗമാരങ്ങൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്നേക്കുമായി ബാല്യകൗമാരങ്ങൾ ഇല്ലാതെയായ ഒരു വലിയ ബാലവേലക്കാരെയാണ്, അല്ലെങ്കിൽ ഒരു വലിയ എണ്ണം കുട്ടികളെയാണ്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഈ പഠനങ്ങൾ നമ്മളെ എടുത്തു കാണിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. വിസിബിൾ ആസ്പെക്ട്, നഗ്നമായ സത്യമാണ്. വിസിബിൾ ആസ്പെക്ട് ഓഫ് ദ ഡിനൈൽ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഡിനൈൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളും ആരോഗ്യപൂർണമായ ഒരു കൗമാര ബാല്യകാലവും നിഷേധിക്കപ്പെട്ട വലിയൊരു പറ്റം കുട്ടികളുടെ കണക്കാണ് നമ്മൾ ഈ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള നിരവധിയായ ബാലവേലക്കാരെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ലാസ്റ്റ് പാരഗ്രാഫ്. The invisibility of rural child workers reflect an urban bias in Indian administration. ഇനി ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഭരണകൂടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂറൽ ചൈൽഡ് വർക്കേഴ്സ് റിഫ്ലക്ട്സ് ആൻ അർബൻ ബിയാസ് എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലെ കുട്ടികളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ കുട്ടികളെ അവഗണിക്കുന്ന ഒരു കണക്കും അല്ലെങ്കിൽ ഒരു ഭരണവുമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് നഗരങ്ങളിലെ കുട്ടികളോട് പക്ഷപാതം കാണിക്കുക, ബിയാസ്, പക്ഷപാതം എന്ന് പറഞ്ഞാൽ കണക്കുകളിലും രേഖകളിലുമെല്ലാം നഗരങ്ങളിലെ കുട്ടികൾ മാത്രമാണ്
ഉൾപ്പെടുന്നത്. ഗ്രാമങ്ങളിലെ കുട്ടികൾ ഉൾപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. So the research and the media and the pervasiveness എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായ. അപ്പോൾ പഠനങ്ങളും മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നു? പെർവാസീവ്നെസ് ഓഫ് ദി സെഡക്റ്റീവ് ഐഡിയ, വഴി പിഴപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ, അതാണ് സെഡക്റ്റീവ് ഐഡിയ എന്ന് പറഞ്ഞാൽ, തെറ്റായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ദാറ്റ് റൂറൽ ലൈഫ് ഈസ് സംവാട്ട് ഐഡിലിക്. ഐഡിലിക് മീൻസ് ലഘു ഗ്രാമകാവ്യം എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ കുറിച്ച് മീഡിയകളും അതുപോലെ തന്നെ പഠനങ്ങളും എന്ത് ചെയ്യുന്നു? സംവാട്ട് ഐഡിലിക്, എന്ത് തന്നെയായാലും ഐഡിലിക്കാണ്. ഐഡിലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം, ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം മൗനമാണ്. ദിസ് ബിയാസ് ഈസ് നോട്ട് peculiar ടു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിനോട് മാത്രമല്ല, നഗരങ്ങളിലെ എല്ലാ ക്ലാസ്സിൽപ്പെട്ട ബാലവേലക്കാരോടും മാധ്യമങ്ങൾക്കും പഠനങ്ങൾക്കും ഒരു പക്ഷപാതമുണ്ട്. ഒരു വിഭാഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിൽപ്പെട്ട ബാലവേലക്കാർ അങ്ങനെയല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബാലവേലക്കാരോടും മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പഠനങ്ങൾക്കും റിസർച്ചുകൾക്കും ഒരു പ്രത്യേക മമതയുണ്ട്. എവിടെയുള്ള നഗരങ്ങളിലുള്ള ബാലവേലക്കാർ കണക്കിൽപ്പെടുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളൂ ഇതിനകത്ത്. ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ് 11 നോക്കുക. ടിക്ക് ദി കറക്റ്റ് ആൻസേഴ്സ്. ഒന്നാമത്തെ ചോദ്യം, പീപ്പിൾ ആർ ബ്ലൈൻഡ് ടു ഗേൾസ് വർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ്. പെൺകുട്ടികളുടെ ജോലിയെക്കുറിച്ച് ആളുകൾ അജ്ഞരാണ്, അവർ കണ്ണടച്ചിരിക്കുകയാണ്, ബ്ലൈൻഡാണ്, അന്ധരാണ്. കാരണം എന്താണ്? അവരത് കാണുന്നില്ല. കാരണം എന്താണ്? നോട്ട് പ്രോഫിറ്റബിൾ ആൻഡ് ഡസൻറ്റ് ഹാവ് മാർക്കറ്റ് വാല്യൂ. ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? പ്രോഫിറ്റബിൾ, ലാഭകരമല്ലാത്ത ജോലിയാണ്, എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന ഒരു ജോലിയല്ല. രണ്ടാമതെന്താണ്? അതിന് മാർക്കറ്റ് വാല്യൂവും ഇല്ല. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഹൂസ് വർക്ക് ഈസ് മോർ ഈസിലി റെക്കഗ്നൈസ്ഡ് ഓർ നോട്ടീസ്ഡ്. ആരുടെ ജോലിയാണ് വളരെ എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത്? അതിൻ്റെ ആൻസർ ബി ആണ്. എ ബോയ് വർക്കിംഗ് ഇൻ എ ജം സ്റ്റോൺ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഒരു വജ്രക്കല്ല് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ ജോലി വളരെ പെട്ടെന്ന് തന്നെ പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം, എ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആർ. നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും എങ്ങനെയുള്ളവരാണ്? എ ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആർ കൾട്ടിവേറ്റേഴ്സ്, കൃഷിക്കാരുടെ മക്കളാണ് അല്ലെങ്കിൽ കൃഷി ജോലികൾ ചെയ്യുന്ന കുട്ടികളാണ്. ഒന്നാമത്തെ എ ആണ് അതിൻ്റെ ആൻസർ, കൾട്ടിവേറ്റേഴ്സാണ്. നാലാമത്തെ ചോദ്യം, ലിസ്റ്റ് ദി കൈൻഡ്സ് ഓഫ് വർക്ക്സ് ജോബ്സ് ദാറ്റ് ഗേൾസ് ഡു വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ചൈൽഡ് സെർവിറ്റ്യൂഡ്. ബാലവേലയായി കണക്കാക്കപ്പെടുന്ന പെൺകുട്ടികൾ ചെയ്യുന്ന ജോലികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് ലേബർ എന്ന് ഒറ്റ വാക്കിൽ പറയാം. വീട്ടുജോലികൾ എന്ന് പറയാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 5ൽ 2 ചോദ്യമാണ്, എയും ബിയും ഉണ്ട്. ആഫ്റ്റർ റീഡിങ് ദി പാസേജ്, വൈ ഡു യു തിങ്ക് പുവർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആർ നോട്ട് ഏബിൾ ടു ഹാവ് എ ഹെൽത്തി ചൈൽഡ്ഹുഡ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യപൂർണമായ ഒരു ബാല്യകാലം ഇല്ലാത്തത്? കാരണം പറയാൻ.
എയുടെ ആൻസർ പറയുന്നുണ്ട്, ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദർ ടൈം ഡൂയിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് ലേബേഴ്സ് ടു ഏൺ. എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ നല്ല സമയം, ബാല്യകാലത്തിൻ്റെ നല്ല സമയം അവരെന്ത് ചെയ്യുന്നു, നിരവധിയായ ജോലികൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കുവാനോ പഠിക്കുവാനോ ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപൂർണമായൊരു ബാല്യകാലം ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. 5ാമത്തെ ചോദ്യത്തിൻ്റെ ബി ചോദ്യം, വാട്ട് ഈസ് ചൈൽഡ് സെർവിറ്റ്യൂഡ്? എന്താണ് ചൈൽഡ് സെർവിറ്റ്യൂഡ്? ആൻസർ പറയുന്നത് ചൈൽഡ് ലേബറാണ്. ചൈൽഡ് സെർവിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അടിമത്വം, അല്ലേ, ബാല്യ അടിമത്വം. അത് യഥാർത്ഥത്തിൽ എന്താണ്? ചൈൽഡ് ലേബർ തന്നെയാണ്, ബാലവേല തന്നെ ആണ്. ഓക്കെ, അത്രയുമാണ് അതിന് ആൻസർ അത് പറയാനുള്ളത്. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. സെക്ഷൻ 2 അത് നമ്മുടെ പാഠവുമായി ബന്ധപ്പെടാത്ത ഒരു പാരഗ്രാഫാണ്. മാർക്കറ്റിംഗ് ഓഫ് കോക്കനട്ട് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു പാസേജാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഹെഡിങ്ങോടുകൂടി പാസേജുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ നമ്മൾ പഠിച്ച പാഠം തന്നെ ആയിരിക്കില്ല വരിക. ആ പഠിക്കാത്ത ഭാഗമാണെങ്കിലും അത് വായിച്ചു നോക്കിയിട്ട് ഏകദേശം മനസ്സിലാക്കി അതിന് താഴെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ആൻസർ ചെയ്യണം. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്, ശ്രദ്ധിക്കുക. കൊപ്ര ഈസ് പ്രൈമറിലി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് ഓയിൽ. പ്രധാനമായിട്ടും കൊപ്ര ഉപയോഗിക്കുന്നത് എണ്ണ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദ കൺട്രി പ്രൊഡ്യൂസസ് അബൌട്ട് 4.5 lakhs tons ഓഫ് കോക്കനട്ട് ഓയിൽ ഈക്വലൻ്റ് ടു അബൌട്ട് 6.9 lakh tons ഓഫ് മില്ലിംഗ് കൊപ്ര. ഏകദേശം നമ്മുടെ രാജ്യത്ത് 4.5 ലക്ഷം ടണ്ണ് എന്തുണ്ടാക്കുന്നുണ്ട്? വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഈ 4.5 ലക്ഷം ടണ്ണ് വെളിച്ചെണ്ണ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് തുല്യമായ കൊപ്ര എന്ന് പറയുന്നത് 6.9 lakh ടൺ മില്ലിംഗ് കൊപ്ര എന്ന് പറഞ്ഞാൽ കൊപ്ര ഉണങ്ങി മില്ലിലെത്തുന്ന പാകമാണ്. അപ്പോൾ ഉണക്ക കൊപ്രയുടെ 6.9 ലക്ഷം ടൺ മില്ലിംഗ് കൊപ്ര ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തമിഴ്നാട് ആൻഡ് കേരള അക്കൗണ്ട് ഫോർ 90% ഓഫ് ഓയിൽ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയുടെ 90% ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ദ യൂസേജ് ഓഫ് കോക്കനട്ട് ഓയിൽ ആസ് എ കുക്കിംഗ് മീഡിയം ഇൻ കൺഫൈൻഡ് ടു കേരള. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുക്കിംഗ് മീഡിയമായിട്ട് അല്ലെങ്കിൽ പാചകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുവായിട്ട് ഉറപ്പിക്കപ്പെട്ടതാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കൺഫൈൻഡ്, ഉറപ്പിക്കപ്പെട്ടതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്, പാം ഓയിൽ ആൻഡ് പാം കർണൽ. എണ്ണപ്പനയും പാം ഓയിൽ, എണ്ണപ്പനയിൽ നിന്നുണ്ടാക്കുന്ന ഓയിൽ. അതുപോലെ തന്നെ പാം കർണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പനയുടെ കായ അല്ലെങ്കിൽ കുരു, പരിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ എണ്ണപ്പനയുടെ കുരുവിൽ നിന്നുണ്ടാക്കുന്ന ഓയിൽ, അതാണ് പാം ഓയിൽ എന്ന് പറയുന്നത്. ആർ ദ 2 പ്രൈമറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത് രണ്ടുമാണ്, പാം ഓയിലും പാം കർണൽ ഓയിലും. അപ്പോൾ ഇത് രണ്ടുമാണ് വെളിച്ചെണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന 2 എണ്ണകൾ. ദി ഫോർമർ കോമ്പറ്റ്സ് വിത്ത് കോക്കനട്ട് ഓയിൽ ഇൻ ദി എഡിബിൾ ഓയിൽസ് സെഗ്മെൻറ്റ്സ് ആൻഡ് ലേറ്റർ ഇൻ ദി നോൺ എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റ് ഓഫ് ദി കൺസംഷൻ ബേസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വെളിച്ചെണ്ണയോട് ആദ്യം മത്സരിക്കുന്നത് ആരാണ്? എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റാണ്, ഭക്ഷ്യയോഗ്യമായ എണ്ണയുടെ വിഭാഗം. മറ്റ് രീതിയിലുണ്ടാക്കുന്ന ഭക്ഷ്യയോഗ്യമായ എണ്ണയാണ് എന്തിനോട് മത്സരിക്കുന്നത്? കോക്കനട്ട് ഓയിലിനോട്
മത്സരിക്കുന്നത്. ഇനി രണ്ടാമത് പിന്നീട് മത്സരിക്കുന്നതാണ് ഇൻ ദി നോൺ എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റ് ഓഫ് ദി കൺസംഷൻ ബേസ്. എന്താണ് നോൺ എഡിബിൾ ഓയിൽ, ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണകളും. അപ്പോൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണകളും ഭക്ഷ്യയോഗ്യമായ എണ്ണകളുമാണ് പ്രധാനമായും നമ്മുടെ കോക്കനട്ട് ഓയിലിനോട് മത്സരിക്കുന്നത്, മാർക്കറ്റിലുള്ളത്. പാം ഓയിൽ പ്രൈസസ് ആർ ഗ്ലോബലി ചീപ്പർ ദാൻ ദി അതർ മേജർ എഡിബിൾ ഓയിൽസ്. പാം ഓയിലിൻ്റെ വിലയെന്ന് പറയുന്നത് എന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ഭക്ഷ്യ എണ്ണകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പാം ഓയിൽ ഡോമിനേറ്റ്സ് ദ ഇന്ത്യൻ ഇമ്പോർട്ട് സീൻ എന്ന് പറഞ്ഞെന്താണ്, ഇന്ത്യൻ ഇറക്കുമതി മേഖലയിൽ പാം ഓയിൽ എന്ത് ചെയ്യുന്നു, ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് നിരവധിയായ ഒരുപാട് പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എ മേജർ റീസൺ ഫോർ അഗ്മെൻറ്റിംഗ് മാർക്കറ്റിംഗ് ഓഫ് വേരിയസ് കോക്കനട്ട് പ്രൊഡക്ട്സ് ബിസൈഡ്സ് കോക്കനട്ട് ഓയിൽ ഇസ് പെർഹാപ്സ് ബിക്കോസ് ഡിമാൻഡ് ഫോർ കോക്കനട്ട് ഓയിൽ ഹാസ് ടേൺഡ് സ്ലഡ്ജിഷ്. സ്ലഡ്ജിഷ് മീൻസ് അലസമാകുക, കുറയുക എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, നിരവധിയായ തേങ്ങയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നത് കൊണ്ട്, പല രാജ്യങ്ങളിൽ നിന്നും തേങ്ങയുടെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നത് കൊണ്ട് വെളിച്ചെണ്ണയുടെ ആവശ്യം വളരെ കുറഞ്ഞു വരുന്നു. ഇറ്റ് സീംസ് നെസസറി ടു augment and diversity of production of coconut based commodities such as packaged coconut water, coconut cream, etc. അപ്പോൾ ഇത് കാരണം കൊണ്ട് എന്ത് ചെയ്യണം, കേവലം വെളിച്ചെണ്ണ വിൽക്കുക മാത്രമല്ല, അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി തേങ്ങയുടെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് തേങ്ങാവെള്ളം, അതുപോലെ തന്നെ കോക്കനട്ട് ക്രീം, അതുപോലെ തന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി, തേങ്ങ അരച്ചത്, അത്തരത്തിലുള്ള സാധനങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഹൗവർ എന്നൊക്കെ ഇരുന്നാലും ദ കോമ്പറ്റീഷൻ ഈസ് ദീസ് ഏരിയാസ് ഈസ് നോട്ട് ഈസി. അപ്പോൾ മറ്റ് തേങ്ങയുടെ ഉൽപ്പന്നങ്ങളുമായി അല്ലെങ്കിൽ മറ്റു തരം എണ്ണയുമായിട്ടുള്ള മത്സരം വളരെ എളുപ്പമല്ല. കാരണം കോക്കനട്ട് വാട്ടർ ഇൻ 200 ml 200 ml കോക്കനട്ട് വാട്ടർ സാഷേ എന്നാണ് അത് വായിക്കുന്നത്, സാഷേ കോസ്റ്റ് 13 which is much more than the bottled soft drinks. അപ്പോൾ 200 ml സാഷേക്ക്, കോക്കനട്ട് വാട്ടറിൻ്റെ സാഷേ എന്ന് പറഞ്ഞാൽ പൗച്ച്. അപ്പോൾ ആ പൗച്ചിൽ 200 ml തേങ്ങാവെള്ളത്തിന് മാർക്കറ്റിൽ വരുന്ന മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകളേക്കാൾ വില കൂടുതലാണ്. ഇറ്റ് ഈസ് ഓൾസോ മോർ കോസ്റ്റ്ലി ദാൻ ദി അതർ നാച്ചുറൽ ഡ്രിങ്ക്, നേമിലി മിൽക്ക്, വിച്ച് ഈസ് സോൾഡ് അറ്റ് അബൌട്ട് Rs 14 per liter. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റ് മാർക്കറ്റിൽ വരുന്നിട്ടുള്ള കുടിക്കാൻ കിട്ടുന്ന സാധനങ്ങളേക്കാൾ, പ്രത്യേകിച്ച് പാല് പോലെയുള്ള സാധനങ്ങൾ, അതിനേക്കാളെല്ലാം വില കൂടുതലാണ് തേങ്ങാവെള്ളത്തിന്. വിച്ച് ഈസ് സോൾഡ് അറ്റ് അബൌട്ട് Rs 14 per liter. 1 ലിറ്ററിന് 14 രൂപ വിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, പാല് വിൽക്കുന്നത് ഇന്ത്യയുടെ ചില മാർക്കറ്റുകളിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, 200 ml 13 രൂപയുള്ള തേങ്ങാവെള്ളം വിറ്റുപോകാൻ പാടാണ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയല്ല. എന്തിനോട് മത്സരിക്കാൻ? ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന മറ്റ് ഭക്ഷ്യ എണ്ണകളോടും ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണകളോടും
ഒക്കെ മത്സരിക്കാൻ, വെളിച്ചെണ്ണയ്ക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? അതിൻ്റെ വില വളരെ കൂടുതലാണ്. ഇനി തേങ്ങയുടെ വിവിധ പ്രൊഡക്റ്റുകൾ വിൽക്കാമെന്ന് വെച്ചാൽ അതും ഈസിയല്ല. കാരണം മറ്റ് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളും അതുപോലെ തന്നെ പാല് പോലും തേങ്ങാ വെള്ളത്തേക്കാൾ വില കുറച്ച് കിട്ടുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 11.2. നെയിം ദ സ്റ്റേറ്റ്സ് വേർ കൊപ്ര ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏത് സംസ്ഥാനത്താണ് കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്നത്? തമിഴ്നാട് ആൻഡ് കേരള. ആൻസർ കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് ആൻഡ് കേരള. വേർ ഈസ് കോക്കനട്ട് ഓയിൽ മെയിൻലി യൂസ്ഡ് ഫോർ കുക്കിംഗ്. എവിടെയാണ് പ്രധാനമായും കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്? കേരളത്തിലാണ്. ഇനി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, വിച്ച് ഓയിൽ ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ഓയിൽ ഏതാണ്? പാം ഓയിൽ ആൻഡ് കർണൽ ഓയിൽ. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വെളിച്ചെണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. നാലാമത്തെ ചോദ്യം, വൈ ഡസ് പാം ഓയിൽ ഡോമിനേറ്റ് ദി ഇമ്പോർട്ട് മാർക്കറ്റ്. മാർക്കറ്റ് ഇറക്കുമതി പിടിച്ച് അടക്കാൻ പാം ഓയിലിന് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ചോദ്യം. പാം ഓയിൽ ഈസ് ഗ്ലോബലി ചീപ്പർ ദാൻ ദി എഡിബിൾ ഓയിൽ. മറ്റ് ഭക്ഷ്യ എണ്ണകളേക്കാൾ വളരെ കുറഞ്ഞ വിലയെ പാം ഓയിലിന് ഉള്ളൂ. അടുത്തത്, വാട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ടു പ്രൊമോട്ട് കോക്കനട്ട് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ്. എന്തൊക്കെയാണ് തേങ്ങയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത്? എന്തിനു വേണ്ടി? തേങ്ങയുടെ നാളികേരത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ചോദ്യം. എന്തൊക്കെ ഉണ്ടാക്കാം? കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് ക്രീം, അങ്ങനെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിൽക്കാം. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് കോസ്റ്റ്ലിയർ. ഏതാണ് വില കൂടിയത്? 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 200 ml കോക്കനട്ട് വാട്ടർ സാഷേ, ബി 1 ലിറ്റർ മിൽക്ക്. ഏതാണ് വില കൂടുതലുള്ളത്? അപ്പോൾ എന്താണ്? എ കോക്കനട്ട് വാട്ടർ സാഷയാണ് ആൻസർ തന്നിട്ടുള്ളത്. അതിനാണ് വില കൂടുതൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും പാഠം നന്നായിട്ട് നിരവധി ആവർത്തി വായിക്കുക. ഓക്കെ, താങ്ക് യു.